പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വചനമെങ്കിലും പറയാൻ ശേഷിയുള്ളവർ, ഏതെങ്കിലും ഒരു വചനമെങ്കിലും പറയാൻ ശേഷിയുള്ളവർ കൈപൊക്കൂ. കുറെ പേർക്ക് അറിയാം, കുറച്ച് പാവങ്ങൾക്ക് അറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു വചനമെങ്കിലും പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ? ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വചനം കാണാതെ അറിയാവുന്നവരുണ്ടാവുമല്ലോ. ജെറമിയ 29:11 ഏതാ വചനം? കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അറിയാൻ പാടില്ലാത്തവർ പഠിക്കുന്നു, കേട്ടല്ലോ. പലതുകരം ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഒന്നും കൂടെ പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പഠിച്ചാലോ? ഈ വചനം ഹൃദയത്തിലോട്ട് സ്വീകരിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. കാണാതെ പഠിക്കാൻ ശ്രമിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഒന്നും കൂടെ പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഒന്നും കൂടെ പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പഠിക്കാൻ ശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റിയോ? ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. മുമ്പിലുള്ള, എൻ്റെ തലയിൽ കൈയൊന്നും വെക്കണ്ട, ആ മുമ്പിലുള്ള ആളോട് ഈ വചനം പറയണം. അതാണ് പണി. മുമ്പിലുള്ള ആളുടെ കൈ പിടിച്ചിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ വചനം പറഞ്ഞു കൊടുത്തേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആ വ്യക്തിക്ക് കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞേ, ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞേ. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കട്ടെ എന്ന്? ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, വചനം ഉണ്ടല്ലോ, വചനം എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വായിക്കണം. കാരണം വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്ന വചനങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വായിക്കാൻ പറ്റിയൊരു വചനം പറഞ്ഞേ. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ഫിനാൻഷ്യൽ ക്രൈസിസ് കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട ഒരു വചനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഏതാ വചനം? എൻ്റെ ദൈവം തൻ്റെ സർവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഇന്റർവ്യൂ പാസ്സാവുന്നില്ല, വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, സർട്ടിഫിക്കറ്റ് ശരിയാവുന്നില്ല, ആ പ്രശ്നം ഈ പ്രശ്നം, അങ്ങനെ ഒരു 4 കവലയിൽ നിൽക്കുന്ന അവസ്ഥ. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വചനം പറഞ്ഞേ. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 വേഴ്സ് 2 and 3. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ഏതാണ് വചനം? ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും
പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ നിധി ശേഖരവും നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നമ്മളോട് തന്നെ പറയുകയും മറ്റുള്ളവരോട് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ വല്ലാണ്ട് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റിയൊരു വചനം, അതായത് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, ആകപ്പാടെ തകർന്നിരിക്കുന്ന സമയം വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ് യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ഏതാ വചനം? യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഏതെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സ്വസ്ഥതയും പോയി എന്ന് ചിന്തിക്കുമ്പോൾ ആ വചനം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? യാക്കോബ് എന്നെഴുതിയ സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് വചനം. ആ യാക്കോബിന്റെ സ്ഥാനത്ത്, ഇസ്രായേലിന്റെ സ്ഥാനത്ത് സ്വന്തം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സ്വന്തം പേര് പറഞ്ഞു നോക്കി. ഇപ്പൊ എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ പറയാണ്, ഫ്രാൻസിസെ നിന്നെ സൃഷ്ടിക്കുകയും ഫ്രാൻസിസെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, എന്റേതാണ്. ഹല്ലേലൂയ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മൾ സ്വന്തമാക്കി സ്വീകരിക്കണം. ഇപ്പോൾ ഈ വചനങ്ങൾ മുഴുവൻ ബൈബിളിലുണ്ട്. ഈ വചനം നമ്മൾ വായിക്കും തോറും നമ്മുടെ സ്വന്തമായിട്ട് മാറണം. അതെന്ത് ചെയ്യണം? ആ വചനം നമ്മൾ ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മള് പാത്രത്തിൽ കഞ്ഞി കുടിച്ചില്ലേ? കുടിച്ചോ? കുടിച്ചു. പാത്രത്തിൽ കഞ്ഞി ഉണ്ട് എന്നോർത്തുകൊണ്ട് അത് നിന്റേതായോ? ആയില്ല. പാത്രത്തിലുള്ള കഞ്ഞി നീ ഭക്ഷിക്കുമ്പോഴാണ് നിന്റെ ശരീരത്തിൽ അതായി മാറുന്നത് എന്നുള്ളത് പോലെ വചനമായ ഭക്ഷണം ബൈബിളിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് പെറുക്കി നമ്മൾ ഭക്ഷിക്കണം, നമ്മുടെ സ്വന്തമായി സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:35. തളർന്നിരിക്കുന്നവർ വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനം. ഏതാ വചനം? ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനെ നമ്മുടേതാക്കി മാറ്റി പ്രാർത്ഥിച്ചേ, നമ്മുടെ സ്വന്തമാക്കി സ്വീകരിച്ചേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, എൻ്റെ മേൽ ആവസിക്കും പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനെയാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയും. എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യുക. ക്ലെയിം, മെഡിക്കൽ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശപ്പെടുത്തുക, സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. നമ്മളൊരു വചനം വായിച്ചാൽ ആ വചനം നമ്മുടെ സ്വന്തമാക്കി സ്വീകരിക്കണം, ക്ലെയിം ചെയ്ത് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വായിക്കും തോറും അങ്ങനെ വലിയ അനുഗ്രഹം സംഭവിക്കും. എന്താ അനുഗ്രഹം? വചനം വായിക്കുമ്പോൾ വചനം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും, വചനം നമ്മളിൽ സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും കാര്യം ചെയ്യാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർ, പഠിക്കാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട വചനം ഫിലിപ്പി 4:13. ഫിലിപ്പി 4:13. ഏതാ വചനം? ഫിലിപ്പി 4:13. അതായത് പഠിക്കാനായിട്ട് എനിക്ക് കണക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എനിക്കിത് ചെയ്യാൻ കഴിവില്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടി, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വല്ല അപകടം സംഭവിക്കുമോ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് പേടി. ഫിലിപ്പി 4:13. ഏതാ വചനം എന്നറിയോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കണ്ടോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എനിക്ക് കഴിവില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ അത് ചെയ്യാൻ കഴിവുണ്ട്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ വചനം നമുക്ക് ശക്തി നൽകും. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ജോലി മേഖലയിൽ
പ്രമോഷൻ കിട്ടണം. അയാൾ എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് പ്രമോഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ എൻ്റെ കൂട്ടത്തിലുള്ളവർ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് എൻ്റെ പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും? 24 മണിക്കൂറും എൻ്റെ തലയ്ക്കകത്ത് എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് എനിക്കെതിരെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അവരോട് എനിക്ക് അരിശം തോന്നുന്നു, അവരോട് എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ എന്തു ചെയ്യും? ഈ മനുഷ്യൻ സങ്കടപ്പെടുവാണ്. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന വചനം യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഏതാ വചനം? ഐസയ 22:22. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവരോ മറ്റുള്ളവരോ നിങ്ങളെ പലതരത്തിൽ ഭാരപ്പെടുത്തുന്നു, നിങ്ങളുടെ സന്തോഷം മുഴുവൻ നശിപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 22:22. ഏതാ വചനം? ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ. താക്കോലിന്റെ പണി എന്താ? താക്കോൽ തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണ് താക്കോൽ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തോളിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. യേശുവിന്റെ കയ്യിലാണ് നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ. നീ ജയിക്കണോ വേണ്ടയോ, നീ അനുഗ്രഹം പ്രാപിക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ താക്കോൽ ഈശോയുടെ കയ്യിലിരിപ്പുണ്ട്. വചനം എന്താ പറയണത്? അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ചോണം, ഇത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കേണ്ട വചനം. രോഗികളായിട്ടുള്ളവർ വായിക്കണം ജെറമിയ 17:14. ജെറമിയ 17:14. ഏതാ വചനം? കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. രോഗികൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുക. നമ്മുടെ മെയിൻ പരിപാടി അതാണ്. ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ളവര് പ്രാർത്ഥിക്കേണ്ട വചനം യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനം. നിങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായ സംഭവമാവാം, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഉണ്ടായത്, 5 വർഷം മുമ്പ് ഉണ്ടായത്, അങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും സംഭവങ്ങളാവാം. നിങ്ങൾക്ക് ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനം. 18-ാം വചനം എന്ത് പറയുന്നു? കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കണ്ടോ? കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നു, അല്ലേ? വേറെ ഒരു പണിയും ഇല്ലല്ലോ. ഇതിങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, തലയ്ക്കകത്ത് ഇതിങ്ങനെ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കും, നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനദേശത്തൊരു പാത എന്ന് പറഞ്ഞാൽ ഒരു വഴിയുമില്ലാത്തിടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. മരുഭൂമിയിൽ നദി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വെള്ളത്തിനും നദിക്കും സാധ്യതയില്ലാത്തിടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു നദി ഉണ്ടാക്കും. ഹല്ലേലൂയ. എല്ലാം ഇമ്പോസിബിൾ, ബട്ട് ഗോഡ് വിൽ മേക്ക് ഇറ്റ് ഫോർ യു. നിനക്ക് വേണ്ടി ദൈവം തുറക്കും, നിനക്ക് വേണ്ടി ദൈവം തുറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പഠിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ഇന്നലെ പഠിച്ച വചനമാണ്. ഏതാ വചനം? ഹബക്കൂക്ക് 1:5. ഏതാ വചനം? ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. കണ്ടോ?
ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നതിന്റെ അർത്ഥം എന്താ? നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. വലതുകര ഉയർത്തി പറഞ്ഞേ. ഉറങ്ങുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ. ഇത്രയും പേര് ഉറങ്ങുന്നുണ്ടോ? മോശമായിപ്പോയല്ലോ. പ്രൈസ് ദി ലോർഡ്. വചനം വായിച്ചാൽ നിന്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടുമെന്ന്. കാരണം വചനത്തിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വചനത്തിൽ നിനക്കുള്ള ഉത്തരമുണ്ട്. വചനത്തിൽ നിനക്കുള്ള ഉത്തരമുണ്ട്. ഹല്ലേലൂയ. അതായത് വചനം വായിക്കുന്നതനുസരിച്ച്, വചനം വിശ്വസിക്കുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ തീരുന്നു. തിരുവല്ല സൈഡിലുള്ള ഒരു നേഴ്സ് പെണ്ണ്, ഈ നേഴ്സ് പെണ്ണിന്റെ ആഗ്രഹമായിരുന്നു വിദേശത്തുള്ള ആളെ കല്യാണം കഴിക്കണം, വിദേശത്ത് പോകണം. അങ്ങനെ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇട്ടിട്ട് അവസാനം ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി പയ്യനെ തന്നെ കിട്ടി. സന്തോഷമായി. കല്യാണം ആഘോഷപൂർവ്വം നടത്തും. ഈ പെണ്ണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇഷ്ടം പോലെ ചിത്രങ്ങൾ, കല്യാണത്തിന്റെ ചിത്രം, ആ ചിത്രം, ഈ ചിത്രം, അങ്ങനെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിലെത്തി. ഒരു മാസ കാലഘട്ടത്തിൽ ചിത്രങ്ങൾ മുഴുവൻ ആ മരത്തിന് ചോട്ടിയിരിക്കുന്നു. ആ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. മൊത്തം അടിപൊളി ചിത്രങ്ങൾ. ഒരു മാസത്തിന് ശേഷം ഒരു വിവരവുമില്ല. വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും എങ്ങും ഈ പെണ്ണിന്റെ ഒരു അറിവുമില്ല. അപ്പോൾ എന്തു മനസ്സിലാക്കണം? അവളുടെ ലൈഫിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ആക്റ്റീവായിരുന്ന ആള് ആക്റ്റീവ് അല്ലാതെ വരുമ്പോൾ സൂക്ഷിക്കണം. എന്തോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവളുടെ ഒരു കൂട്ടുകാരി ഇവള് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇവള് ഒരു മുറിക്കകത്ത് കയറി ഭ്രാന്തിയെ പോലെ ഇരിപ്പുണ്ട്. വിളിച്ചു ചോദിച്ചു, എടി എന്തുവാടി ഇത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ, സന്തോഷമായിട്ട് ജീവിക്കേണ്ട സമയമല്ലേ? ഈ പെണ്ണ് പറഞ്ഞു, എൻ്റെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചോദിച്ചു വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു, കല്യാണം എന്നെ പറ്റിച്ചതാണ്. ഈ കല്യാണം കഴിച്ച ചെറുക്കൻ, അവന് ഒരു കുഞ്ഞിന്റെ അപ്പനാകാനുള്ള കഴിവില്ല, ശാരീരികമായ ശേഷി അവനില്ലത്ര, അവൻ ഇമ്പോർട്ടന്റ് ആണ്, കഴിവില്ലാത്തവനാണ്. പക്ഷേ പറ്റിച്ചതാണ്. കൂട്ടുകാര് പറഞ്ഞു, ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, വീട്ടിൽ പറഞ്ഞ് എത്രയും വേഗം ഈ ബന്ധം പിരിയാം. വേണ്ട, വീട്ടിൽ പറയണ്ട. കാരണം എൻ്റെ അപ്പനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഇത് താങ്ങാൻ എൻ്റെ അപ്പന് പറ്റത്തില്ല. അപ്പൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് അവരെ ഭാരപ്പെടുത്തുന്നില്ല. അപ്പൊ നിന്റെ പദ്ധതി എന്താണ്? കൂട്ടുകാരി ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവായിട്ടുള്ള ഇവനെ ഞാൻ അവനെ കൊല്ലും. കാരണം അവൻ എന്നെ പറ്റിച്ചു, അവൻ എന്നെ വഞ്ചിച്ചു. ഇതിനെന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം, കുഴപ്പമില്ല, ഞാൻ അവനെ കൊല്ലും. പെണ്ണിന് അരിശവും ദേഷ്യവും. കുറെ ദിവസങ്ങളായി ഉറങ്ങിയിട്ട്, കാരണം ഈ പെണ്ണിനെ പറ്റിച്ചു. ഉറക്കമില്ല, ഭാരപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടുകാരി ഈ പെണ്ണിനെയും കൊണ്ട് അവിടെ അവർക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുടെ അടുക്കെ പോയി. എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാനുള്ള മരുന്നെങ്കിലും കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് അങ്ങനെ മരുന്നൊന്നും വേണ്ട. ഡോക്ടർ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ 3 മാസത്തിനുള്ളിൽ മുഴുഭ്രാന്തിയായിട്ട് മാറും, മുഴുഭ്രാന്തി. പെണ്ണ് തിരിച്ചു വന്നു, ആശുപത്രി തിരിച്ചു വന്ന് കലണ്ടറിൽ ഇങ്ങനെ വട്ടമിട്ടുകൊണ്ടിരുന്നു. എനിക്കിനി മുഴുഭ്രാന്തിയാവാൻ ഇത്ര ദിവസം കൂടെ ഉള്ളൂ. വട്ടമിട്ടുകൊണ്ടിരുന്നു. അരിശവും ദേഷ്യവും. കൂട്ടുകാരിയോടൊക്കെ പൊക്കോളാൻ പറഞ്ഞു. എനിക്കാരും വേണ്ട, ഞാൻ അവനെ കൊല്ലും. അസ്വസ്ഥത, ഉറക്കമില്ല, ഭാരം, അസ്വസ്ഥത അങ്ങനെ കൂടി വരുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഡാനിയേൽ പൂവണ്ണത്തിലച്ഛൻ്റെ ഒരു പ്രസംഗം നിങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ 3 മാസക്കാലം വചനം വായിക്കൂ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറും. അച്ഛൻ്റെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് വാട്സപ്പിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് നോക്കി, പിന്നെ 3 മാസക്കാലം വചനം വായിച്ചാൽ എൻ്റെ പ്രശ്നം തീരുവോ? ഇതെന്തൊരു മണ്ടത്തരമാണ്. വാട്സപ്പിൽ വന്ന വചനം, വാട്സപ്പിൽ വന്ന ഈ വീഡിയോ ഒക്കെ ഇവള് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയും. പക്ഷെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ മൊബൈലിൽ അങ്ങനെയല്ലേ?
ഒരു കാര്യം തന്നെ തന്നെയും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വാട്സപ്പിന്റെ പ്രത്യേകതയാണ്, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അല്ലേ. വളരെ പവർഫുള്ളാണ്. ഒരു കാര്യം തന്നെ പലതവണ വന്നുകൊണ്ടിരിക്കും. എൻ്റെ വീടിനടുത്തേ ഒരു ചെറുക്കൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്മാർട്ട് ബോയ്, ഒറ്റ മോനേ ഉള്ളൂ. ഈ ചെറുക്കൻ അപ്പനെ അമ്മേനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ, ഇവൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയില്ല, അതിൽ അസ്വസ്ഥനായി ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു ദിവസം ഒരു പേപ്പറിൽ എഴുതി വെച്ചു, ഞാൻ പുറപ്പെട്ടു പോകുന്നു, നിങ്ങൾ ഇനി എന്നെ അന്വേഷിക്കണ്ട എന്നും പറഞ്ഞ് പേപ്പർ എഴുതി വെച്ചിട്ട് ഈ ചെറുക്കൻ പോയി. അപ്പനും അമ്മയും വിചാരിച്ചു തമാശയാണെന്ന് വിചാരിച്ചു. സ്കൂളിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ചെറുക്കൻ സ്കൂളിൽ ചെന്നിട്ടില്ല. ഉച്ചയായി, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി, ആകെ പ്രതിസന്ധിയായി. ചെറുക്കനെ കാണാനില്ല. വിഷമം കൂടി, അസ്വസ്ഥമായി. സ്കൂള് വിട്ട് ഇവന്റെ 8ാം ക്ലാസ്സിലെ കുറച്ച് ചങ്ക് ബ്രോസ് അവരൊരുമിച്ച് വന്നു. കുറെ ക്ലാസ് കുട്ടികൾ അവർ വന്നു. ഇതിനിടയ്ക്ക് പേരൻസ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കാരണം ചെറുക്കനെ കാണാനില്ല. ചങ്ക് ബ്രോസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടി അവർ വന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയാവോ? ഇവന്റെ ചിരിക്കുന്ന ഒരു ചിത്രം, എന്നിട്ട് മോളിൽ കാണാനില്ല താഴ്ത്തെഴുതി, ഇവനെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ഇന്ന അഡ്രസ്സിലെത്തിക്കണം, ഫോൺ നമ്പർ, എന്നിട്ടൊരു പോസ്റ്ററാക്കി ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലോട്ട് ഇട്ടു. ചൂടപ്പം പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 5 മണിയായി, 6 മണി, 7 മണിയായി, ഇങ്ങൊന്നും ഫോൺ കോളൊന്നും വരുന്നില്ല. 8 മണിയായി. ഒരു 8:30 ആയപ്പോഴത്തേക്ക് ആലപ്പുഴ സൈഡിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എൻ്റെ വീട് ചേർത്തലയാണ്. ആലപ്പുഴയിൽ ഒരു ചായക്കടയിൽ ഒരു ചേട്ടൻ ചായ കുടിക്കുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ ഒരുത്തനെ കാണാനില്ല എന്ന വാർത്ത. മിടുക്കനായ ഒരുത്തൻ, ഇവനെ കാണാനില്ല. ഈ ചേട്ടൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന് ഇതാ 8ാം ക്ലാസ്സുകാരൻ കാണാനില്ലാത്തവൻ പൊറോട്ടയും ബീഫും തിന്നുന്നു. ഇവനെ പൊക്കിയെടുത്ത് നേരെ വീട്ടിലെത്തിച്ചു. ഇതാണ് വാട്സപ്പിന്റെ പവർ. പിടികിട്ടിയോ? പോലീസ് അന്വേഷിച്ചിട്ട് പോലും കിട്ടാത്തത് വാട്സപ്പ് കൊണ്ട് കിട്ടി. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഞാൻ ഈ അടുത്ത നാളിൽ ഇവനെ ഒന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഇവന്റെ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ ഇവനെ കണ്ടപ്പോൾ പറഞ്ഞടാ, സൂപ്പർ, നീയല്ലേ ഇപ്പോഴത്തെ താരം, നീയല്ല, നിന്നെ എല്ലാവരും അറിഞ്ഞല്ലോ. ഇവൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറി പോവുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, എന്തിനാ? എൻ്റെ അച്ഛൻ ഇവിടെ ജീവിക്കാൻ മേല. ഇവന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഇവൻ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആരെങ്കിലും ഇവനെ പിടിച്ച് വീട്ടിലെത്തിക്കും. കാരണം വാട്സപ്പിൽ ഇട്ട സാധനം കറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇവൻ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആരുടെയെങ്കിലും മൊബൈലിൽ ഈ സാധനം കറങ്ങി എത്തുന്നുണ്ടാവും. കാണാനില്ല. ഇവനല്ലേ അവനെ പൊക്കിയെടുക്കുന്നു, വീട്ടിലെത്തിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, നോർത്ത് ഇന്ത്യ വല്ലതും പോവുകയാണെങ്കിൽ ഈ പ്രദേശത്തൊക്കെ അവന്റെ ചിത്രം വരുമ്പോൾ ഓർത്തോണെ, കാണാനില്ല, ഒരുത്തന്റെ ഇങ്ങനെ ഇരിക്കുന്നു. അവനെ കിട്ടി. പക്ഷെ എങ്ങനെ മനസ്സിലാക്കും? കാണാനില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പവറേ. നമ്മുടെ തിരുവല്ലാക്കാരി പെണ്ണ് ഓസ്ട്രേലിയയിൽ മൊബൈലിൽ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡാനിയേൽ അച്ഛൻ്റെ പ്രസംഗം വരുന്നു. ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ അച്ഛൻ ഇച്ചിരി കട്ടി കൂടിയൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയോ ഒരു ശുശ്രൂഷയ്ക്കിടയ്ക്കാണ്. അച്ഛൻ പറഞ്ഞു, 3 മാസക്കാലം നിങ്ങൾ വചനം വായിക്കും, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ഇനി പ്രശ്നത്തിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വാ. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു. വല്ല ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഓസ്ട്രേലിയക്കാരി പെണ്ണിന്റെ മൊബൈൽ ഫോണിലാണ് പലതവണയായിട്ട് കറങ്ങി വന്നുകൊണ്ടിരിക്കും ഈ മെസ്സേജ്. ഈ കത്തിനാരെന്നാ പൊട്ടത്തിനാ പറയണേ? 3 മാസക്കാലം വചനം വായിച്ചാൽ എന്റെ പ്രശ്നം തീരുവോ? ഇതെന്നതാ ഈ പറയണേ? എന്നിട്ട് ഇയാളെന്നാ പറയണേ, 3 മാസക്കാലം വചനം വായിച്ചിട്ട് പ്രശ്നം തീർന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരാൻ. ഇയാളെ ഒന്ന് കാണണമല്ലോ. ഇയാൾ എന്നാ മനുഷ്യനാ? ഇയാളെ ഒന്ന് കാണണമല്ലോ. ഡാനിയേലച്ഛനോടുള്ള അരിശം കൊണ്ട് പെണ്ണുണ്ടല്ലോ ബൈബിള് വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് അച്ഛനോടുള്ള വാശിക്ക് വചനം വായിക്കാൻ തുടങ്ങി. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ഇങ്ങനെ വായിച്ചു മുന്നോട്ട് നീങ്ങുമ്പോൾ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? വചനം നിന്നെ ഇങ്ങോട്ട് ആകർഷിക്കും. ഈ പെൺകുട്ടി പോലും അറിയാതെ വചനം ഈ പെണ്ണിനെ ആകർഷിക്കാൻ തുടങ്ങി. വായിച്ചു മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ പെണ്ണിന്റെ ഉള്ളിൽ ആശ്വാസം വരാൻ തുടങ്ങി, സ്വസ്ഥത വരാൻ തുടങ്ങി, രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാൻ തുടങ്ങി.
എന്ന് മാത്രമല്ല, പഴയ നിയമ പുസ്തകം വായിച്ചു തീർന്നപ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെ ഉള്ളിൽ 100,000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നീ എന്തിനാണ്, ഒരു ജീവിതമല്ലേ ഉള്ളൂ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഭാരപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കൂ. നീ അവനെ കൊല്ലണമെന്നും പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? അവന്റെ ഒരു ശാരീരികമായ കുറവല്ലേ? നീ അങ്ങനെ കൊന്നിട്ട് ഉത്തരമാവുമോ? സമാധാനപ്പെടൂ. ഈ ഭൂമിയിൽ മക്കളില്ലാതെ എത്രയോ പേര് ജീവിക്കുന്നു. നീ ശാന്തമാകൂ. നീ കൊല്ലുന്നതാണോ നിന്റെ ഉത്തരം? ഇതല്ല, മറിച്ച് ശാന്തമാകൂ. പഴയ നിയമവും പുതിയ നിയമവും വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. പോരാ, കരങ്ങൾ ഉയർത്തിന്ന് കയ്യടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ ഈ സംഭവം പോട്ടാശ്രമത്തിൽ ഒരു ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു ചേച്ചി എന്നെ കാണാൻ വന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ സംഭവത്തിന് ഇനി ഒരു കാര്യം കൂടെ അച്ഛൻ കൂട്ടിച്ചേർത്ത് പറയണം. അച്ഛാ, അത് അവിടം കൊണ്ട് അവസാനിച്ചില്ല. അച്ഛൻ പറഞ്ഞ കുടുംബത്തിൽ ഞങ്ങൾക്കറിയാം, ഡാനിയേൽ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പെണ്ണും ചെറുക്കനും കൂടെ നാട്ടിലെത്തി ഒരു ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ അടുക്കെ വന്ന് നന്ദിയൊക്കെ പറഞ്ഞ്. അതൊന്നാം ഘട്ടം. അതിനുശേഷം കേരളത്തിലെ ഒരു ഡോക്ടറുടെ അടുക്കെ പോയി ചില ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. കർത്താവ് അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ. മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതി, പക്ഷെ ദൈവം അവിടെ ഒരു വഴി തുറന്നു. പിടികിട്ടിയോ? നീ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും.